ഓൺലൈൻ ഷോപ്പിങ്ങിനും ബുക്ക് മൈ ഷോയിലൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഓഫർ തരുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. HDFC ബാങ്കിൻ്റെ മിലേനിയ ക്രെഡിറ്റ് കാർഡാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാർഡിൻ്റെ ഫീച്ചേഴ്സ്, എലിജിബിലിറ്റി, എങ്ങനെയാണ് ഈ കാർഡിൻ്റെ ആനുവൽ ഫീസ് വരുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ കാർഡിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ ചെയ്യുന്ന നോർമൽ ട്രാൻസാക്ഷന് നമുക്ക് 1% ക്യാഷ് ബാക്ക് ആണ് നമുക്ക് കിട്ടുന്നത്. ഫ്യൂവൽ പേയ്മെൻറ്റ്, യൂട്ടിലിറ്റി പേയ്മെൻറ്റ്, വാലറ്റ് ലോഡിങ്ങിനൊന്നും ഈ ക്യാഷ് ബാക്ക് അപ്ലിക്കബിൾ അല്ല. ആമസോൺ, ഫ്ലിപ്കാർട്ട്, കൾട്ട് ഫ്രീ, ഊബർ അങ്ങനെ നിരവധി വെബ്സൈറ്റിൽ നമുക്ക് 5% ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. മാക്സിമം നമുക്ക് ഒരു മാസം 1000 ക്യാഷ് പോയിൻറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതൊരു ക്യാഷ് ബാക്ക് ബേസ്ഡ് ക്രെഡിറ്റ് കാർഡാണ്, റിവാർഡ് ബേസ്ഡ് ക്രെഡിറ്റ് കാർഡല്ല. ഈ കാർഡിൻ്റെ ഇപ്പോൾ ഒരു മൈൽ സ്റ്റോൺ ബെനിഫിറ്റും കൂടി വരുന്നുണ്ട്. നമ്മൾ ക്വാർട്ടർലി 1 ലക്ഷം രൂപ ഈ കാർഡ് വഴി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1000 രൂപയുടെ ഒരു വൗച്ചർ കിട്ടുന്നുണ്ട്. സ്വിഗ്ഗി, ഡൈനൗട്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 20% ഓഫറും കൂടി ഈ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. HDFC മിലേനിയ കാർഡ് നമുക്ക് 0 ലോസ്റ്റ് കാർഡ് ലൈബിലിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1% ഫ്യൂവൽ സർചാർജ് വേവറും കൂടി വരുന്നുണ്ട്. മിനിമം ട്രാൻസാക്ഷൻ 400 രൂപ മുതൽ 5000 രൂപ വരുന്ന ട്രാൻസാക്ഷനാണ് നമുക്ക് ഫ്യൂവൽ സർചാർജ് വേവർ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഒരു മാസം നമുക്ക് മാക്സിമം 250 രൂപയാണ് ഫ്യൂവൽ സർചാർജ് വേവറായിട്ട് കിട്ടുന്നത്. ഒരു ക്യാഷ് ബാക്ക് പോയിന്റിന്റെ വാല്യൂ 1 രൂപ തന്നെയാണ്. നമുക്ക് ക്യാഷ് ബാക്ക് പോയിന്റ്സ് റെഡീം ചെയ്യണമെങ്കിൽ മിനിമം 500 ക്യാഷ് ബാക്ക് പോയിന്റ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. ഈ പോയിന്റ്സിന് 2 വർഷത്തെ വാലിഡിറ്റി ആണുള്ളത്. അപ്പോൾ നമുക്ക് പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ അത് എക്സ്പയർ ആയി പോകുന്നതായിരിക്കും. നമുക്ക് ഈ കാർഡിൻ്റെ എലിജിബിലിറ്റി നോക്കാം. 21 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള 35,000 രൂപ മന്ത്ലി സാലറി കിട്ടുന്ന സാലറിഡ് ആയിട്ടുള്ള പേഴ്സൺസിന് ഈ കാർഡ് അപ്ലൈ ചെയ്യാം. 21 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഈ കാർഡ് അപ്ലൈ ചെയ്യാം. ITR മിനിമം ആയിട്ട് പറയുന്നത് 6 ലക്ഷം രൂപയുടെ ITR ആണ് ഇയർലി പറയുന്നത്. ജോയിനിങ് ഫീ ആൻഡ് റിന്യൂവൽ ഫീ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1000 രൂപ പ്ലസ് ടാക്സ് ആണ് വരുന്നത്. മിക്ക സാഹചര്യങ്ങളിലും ജോയിനിങ് ഫീസ് ചിലപ്പോൾ ഉണ്ടാവാറില്ല. ആനുവൽ ഫീസ് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. നോർമലി നമുക്ക് വരുന്നത് 1000 രൂപ പ്ലസ് GST ആണ്. അപ്പോൾ ഓവറോൾ ഈ കാർഡ് HDFCയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. നമുക്ക് ഓൾറെഡി ആപ്പിൾ പ്രൊഡക്ട്സ് ഒക്കെ എടുക്കുന്ന ആൾക്കാരാണ് HDFCയുടെ ഭാഗത്ത് നിന്ന് സെപ്പറേറ്റ്ലി നമുക്ക് ഓഫർ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ നമുക്ക് 5% ഓഫ് സ്വിഗ്ഗി, സൊമാറ്റോ, ഊബർ, ബുക്ക് മൈ ഷോയിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഓൾറെഡി. അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കാർഡ് അത്യാവശ്യം വെർത്തായിട്ടുള്ള കാർഡ് തന്നെയാണ്. പിന്നെ ക്യാഷ് ബാക്ക് ബേസ്ഡ് ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള ഫിനാൻസ് റിലേറ്റഡ് കണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് കണ്ടൻറ്റൊക്കെ താല്പര്യം ഉണ്ട് അറിയാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക.